നമസ്കാരം. എല്ലാ പ്രിയർക്കും വെള്ളി നക്ഷത്രങ്ങളിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പാരമ്പര്യം ഒരു പിൻബലം മാത്രമാണ്, കഴിവ് തന്നെയാണ് മാനദണ്ഡം. അങ്ങനെ നോക്കുമ്പോൾ ഈ കലാകാരനെ നമ്മൾ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഒരു നല്ല നടൻ, ഒരു ഗായകൻ, ഇതോടൊപ്പം ഒരു നല്ല സംഘാടകൻ. ശോഭി തിലകൻ. ഇന്ന് വെള്ളി നക്ഷത്രങ്ങളിൽ ശോഭിച്ചേട്ടൻ. ശോഭിച്ചേട്ടാ, സ്വാഗതം. കാരണം ശോഭിച്ചേട്ടനെയൊക്കെ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്ത് പറയണം, എന്ത് മാത്രം പറഞ്ഞാൽ മതി, എന്ത് മാത്രം പറഞ്ഞാൽ പോരാന്ന് തോന്നും. കാരണം ഇപ്പം ഇതിൽ പറയാത്തൊരു കാര്യം കൂടി ഉണ്ട്. ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്, എനിക്കറിയാതെ. അപ്പം എന്തായാലും തിലകൻ എന്ന് പറയുന്ന ഞങ്ങളുടെ വികാരമായി, ഞങ്ങൾ പ്രേക്ഷകരുടെ വികാരമായി കൊണ്ട് നടക്കുന്ന ഒരു മഹാനടനെ അച്ഛ എന്ന് വിളിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണ് ശോഭിച്ചേട്ടൻ്റെ. തീർച്ചയായിട്ടും ശോഭിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെയും ഷമ്മിച്ചേട്ടൻ്റെയും ഒക്കെ ആ ഒരു കലാജീവിതം മിമിക്രിയിലേക്ക് പോകാനും ഒക്കെ അതിനൊരു ഇൻസ്പിറേഷൻ ഇവരെ കണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാലും ശോഭിച്ചേട്ടൻ്റെ ഈ ഒരു രൂപപ്പെടലിന് എങ്ങനെയായിരിക്കും ഈ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ തിലകൻ എന്ന നടൻ അല്ലെങ്കിൽ ഷമ്മിച്ചേട്ടൻ എന്ന നടൻ അവർ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കാം അവർ, ഏത് സമയത്ത് എങ്ങനെയായിരിക്കും അവർ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നത്? ഇതിലേക്ക് തന്നെയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാനും എന്നൊരു തോന്നലിലേക്ക് എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അല്ല, ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊന്നും ഞാനിങ്ങനെ സിനിമയിൽ വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ ഡബ്ബിങ്ങിലായാലും അല്ലെങ്കിൽ അഭിനയത്തിലായാലും എത്തണമെന്നോ ഒന്നും ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 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 SSLC കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അത്യാവശ്യം ചില്ലറ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലളിതഗാന മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. നാടകത്തിൽ കിട്ടേണ്ടതായിരുന്നു, അത് വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലൊക്കെ എനിക്ക് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇല്ല, നമുക്ക് ഇത് പറഞ്ഞ ഒരു ഇതല്ല, അതെ, വിധിച്ചിട്ടില്ല എന്നുള്ള ലെവലിൽ അങ്ങ് വിട്ടുകളഞ്ഞാണ്. പക്ഷെ അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി ട്രിവാൻഡ്രത്ത് ബദനി കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അപ്പോൾ അതൊരു പ്രൈവറ്റ് കോളേജാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അണ്ടറിലുള്ള കോളേജല്ല, പ്രൈവറ്റ് കോളേജാണ്, ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ കോളേജാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമുക്കും യുവജനോത്സവം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആർട്ട് ഡേ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ മിമിക്രിയൊക്കെ ചെയ്ത് നോക്കി, പാട്ട് പാടി നോക്കി. ഈ മൂക്കിലെ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ആ കോളേജിലെ അന്നത്തെ ബാച്ചിലെ ഗായകൻ ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആരാധകരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടും, മിമിക്രി ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവിടുത്തെ കോമ്പറ്റീഷനുകളെല്ലാം ഞാൻ പങ്കെടുത്തു. ഈവൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, സംഗീതം പഠിക്കാതെ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സമ്മാനം വാങ്ങിച്ചത്. അതിനുശേഷമാണ് ഞാൻ ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകും. പിന്നെ കുറച്ചുകൂടി ഡബ്ബിങ്ങിലേക്ക് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നതെന്ന് വെച്ചാൽ കടത്തനാടനമ്പാടി എന്ന് പറയുന്ന സിനിമയിൽ പ്രേം നസീറിന് വേണ്ടി ശബ്ദം കൊടുത്ത് ഷമ്മിച്ചേട്ടൻ. അപ്പോൾ ഷമ്മിച്ചേട്ടൻ അത് ആക്ച്വലി അത് കോടതിയിൽ ഇരുന്ന സംഭവം ആയതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു. പൈലറ്റില്ല, സ്ക്രിപ്റ്റില്ല, ഒന്നുമില്ല. ഇവിടെ എറണാകുളത്ത് നവോദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ശാരംഗവാണി സാറും അതിൻ്റെ ഡയറക്ടർ ജിജോ എന്ന് പറയുന്ന നമ്മുടെ നവോദയയിലെ ജിജോ സാറും ഷമ്മിച്ചേട്ടനും എല്ലാവരും കൂടി, അവരുടെ എല്ലാ ക്രൂസ് എല്ലാം കൂടി ഇരുന്നിട്ട് ലിപ് മൂവ്മെന്റ് നോക്കി ഡയലോഗ് എഴുതി അത് ഷമ്മിച്ചേട്ടൻ അത് നസീർ സാറിന്റെ വോയിസിൽ ഡബ് ചെയ്ത് നോക്കി അത് ഓരോ ഡയലോഗിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിയൊക്കെ ചെയ്ത് ലിപ്പ് സിങ്ക് ആക്കുന്ന രീതിയിൽ ഡബ് ചെയ്ത്, അങ്ങനെ ആദ്യം പൈലറ്റ് ട്രാക്ക് ആദ്യം ഡബ് ചെയ്തു. സാധാരണ നമ്മൾ പൈലറ്റ് കേട്ട് നമ്മൾ ഡബ് ചെയ്തു, ഇത് പൈലറ്റ് ട്രാക്ക് ആദ്യം ഡബ് ചെയ്തു. അങ്ങനെ നവോദയയിൽ അത് ചെയ്ത്, അപ്പോൾ അത് പൈലറ്റ് ട്രാക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് ഞാൻ എനിക്ക് അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. അതിനുശേഷം ഇതിൻ്റെ ഒറിജിനൽ ഡബിങ് ചിത്രാഞ്ജലി വെച്ച് ചെയ്യുമ്പോഴും ഞാൻ ചേട്ടനോട് പോയിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്കും ഡബിങ്ങിനോടൊരു താല്പര്യമൊക്കെ തോന്നി. പക്ഷെ എങ്കിലും നമ്മൾ അതിനകത്ത് അപ്രോച്ച് ചെയ്യാൻ പോയില്ല, അങ്ങനെ അങ്ങ് വിട്ടു. പിന്നീട് അച്ഛൻ്റെ കൂടെ പലപ്പോഴും ലൊക്കേഷനിൽ പോകും. അപ്പോൾ ലൊക്കേഷനിൽ അച്ഛൻ അഭിനയിക്കുന്ന ഓരോ സീക്വൻസൊക്കെ കാണും. അത് കഴിഞ്ഞ് അച്ഛനോട് ഡബിങ്ങിനും പോയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേക്കും കൂടുതൽ നമുക്ക് അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നീട് ഡിഗ്രി ഞാൻ കൊല്ലത്ത് ശ്രീനാരായണ കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ BCom ആയിരുന്നു. അപ്പോൾ അതിന് 1994
കായംകുളം MSM കോളേജിൽ വെച്ച് നടന്ന യൂത്ത് ഫെസ്റ്റിവലിന് നമ്മുടെ ഒരു ആർട്ട് അസോസിയേഷൻ സെക്രട്ടറി ഉണ്ട് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ മിമിക്രിയൊക്കെ ചെയ്യില്ലേ? ഞാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വേറെ സെലക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, നീ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തീം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി വേണ്ടേ ചെയ്യാനായിട്ട്, ഇത്ര മിനിറ്റിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഈ സ്കൂൾ കുട്ടികളുടെ നാടകം അവതരിപ്പിക്കുന്ന ഒരു മോണോ ആക്ട് ഉണ്ടായിരുന്നു. അതായത് വെയിലത്തമ്പി തിളവ അനന്തപത്മനാഭനും തമ്മിലുള്ള അവസാനത്തെ വെയിലത്തമ്പി തിളവ മരിക്കുന്ന ആ രംഗം സ്കൂൾ കുട്ടികൾ നാടകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ചേഷ്ടകൾ എന്നുള്ള ലെവലിൽ ഒരു മോണോ ആക്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ ഒരു മിമിക്രി എന്നുള്ള ഇതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഈ വെയിലത്തമ്പി തിളവയും അനന്തപത്മനാഭനും 2 ആർട്ടിസ്റ്റുകളാണെങ്കിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന 2 ആർട്ടിസ്റ്റുകൾ തമ്മിൽ കോമ്പിനേഷനായിട്ട് ചെയ്താൽ ഒരു ഡിഫറൻറ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഓരോരുത്തരും ഞാൻ ഇപ്പം മമ്മൂട്ടി അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രേംനസീറിനെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന് പകരം ഇവർ തമ്മിലുള്ള ഈ സീക്വൻസ് 2 ആർട്ടിസ്റ്റുകൾ ഒരേ സമയം അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ ഒരു കലാ ജീവിതം ആരംഭിക്കുന്നത്. മീൻസ് ഇങ്ങനെ ഒരു മിമിക്രി അല്ലെങ്കിൽ ഡബ്ബിങ് അല്ലെങ്കിൽ നടൻ എന്നുള്ള ലെവലിലേക്ക് ഞാൻ മാറുന്നത് അവിടെ നിന്നാണ്. ഈ മിമിക്രിക്ക് എനിക്ക് പ്രൈസ് കിട്ടി. അത് ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും എന്താ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. നമുക്ക് വേറെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ ആ ഭാഗ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷ്യസ് എന്നൊക്കെ നമ്മൾ പറയും എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. കാരണം അന്ന് എനിക്ക് ഈ മിമിക്രിക്ക് സമ്മാനം കിട്ടിയപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് ഇന്ത്യയിലെ തന്നെ ലെജൻഡായിട്ടുള്ള ഓംപുരി സാറായിരുന്നു. ആ ഓംപുരി സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ ഓംപുരി സാറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പോയിട്ട് അച്ഛൻ്റെ പേരൊക്കെ പറയാം, ഞാൻ ഇന്നാളുടെ മകനാണ് എന്ന് പറയാൻ പുള്ളിക്ക് മനസ്സിലാവണ്ടേ പറയുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഹിന്ദി നമുക്കറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയൊക്കെയോ പറഞ്ഞ് ആരോടൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പുള്ളിയോട് പറയാമെന്നൊക്കെ വിചാരിച്ച പോയത്. പക്ഷെ ആ തിരക്കിനിടയിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചു. പക്ഷെ അന്നൊന്നും എൻ്റെ മനസ്സിൻ്റെ കോണിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. പക്ഷെ ഇപ്പോൾ ആടുപുലിയാട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദം കൊടുക്കാൻ സാധിച്ചു. അത് മാത്രമല്ല നമ്മൾ ഈ ഡബിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ ആടുപുലിയാട്ടം മലയാളത്തിലും തമിഴിലും എൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം അന്ന് അദ്ദേഹം ഇത് തരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന പോലില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എനിക്ക് കിട്ടി. അതിനുശേഷം പിന്നീട് ഞാൻ ഇങ്ങനെ സിനിമയിൽ തന്നെ എന്തെങ്കിലും ആകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ നടക്കുമ്പോഴാണ് സ്വാതി ഭാസ്കർ എന്ന് പറയുന്ന ഡയറക്ടർ, കൊല്ലത്തുള്ള ഡയറക്ടർ, നമ്മുടെ മുകേഷിൻ്റെ അളിയനാണ്. അദ്ദേഹം ഒരു സീരിയൽ വെച്ചാൽ അന്ന് 13 എപ്പിസോഡാണ്. 13 എപ്പിസോഡ് സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ എന്നെ വിളിക്കൂ എന്ന് പറയാൻ എനിക്കൊരു മടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡബ്ബിങ് എന്തായാലും അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പോയി അദ്ദേഹം ഞാൻ YMCയിലാണ് താമസിക്കുന്നത്. അപ്പോൾ YMCയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായി കൊള്ളാമെന്നുണ്ടോ. അതിനെന്താ നിന്നും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഓമനത്തിങ്ങൾക്കിടാവ് ഇത് എന്താണ് സാഗരചരിതം ആണ് സീരിയലിൻ്റെ പേര്. ആ സാഗരചരിതം സീരിയലിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി. അതിനു മുമ്പ് ഞാൻ പറയാം എൻ്റെ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കുഞ്ഞുമോൻ ദാഹ എന്ന് പറയുന്ന ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഓമനത്തിങ്ങൾക്കിടാവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, ഒരു 2 എപ്പിസോഡ് വരുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിൽ ഞാനൊരു ക്യാരക്ടർ അഭിനയിച്ചു. അത് കൊല്ലത്ത് തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം എങ്ങനെയോ ഞാനവിടെ ഉണ്ട് YMCയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് YMCയിലെ സ്ഥിരം വൈകുന്നേരം ചായ കുടിക്കുന്ന ഒരു ടീമാണ് ഇവരെല്ലാം. അപ്പോൾ അങ്ങനെ ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു, ഷോ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഒരു ആക്രിക്കാരൻ്റെ വേഷം, ഈ പഴയ പേപ്പർ തകരം കുപ്പിപ്പാട്ടയൊക്കെ പിറക്കാൻ നടക്കുന്ന ചാക്കൊക്കെ ആയിട്ട് ഒരു മുസ്ലിം ക്യാരക്ടർ. അതൊരു ഈ സ്കൂൾ കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ആ ഹോസ്റ്റലിൻ്റെ വാർഡൻ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ അടിച്ചു മാറ്റി
വിൽക്കുന്നതും അവർക്കുള്ള സംഭവങ്ങളിൽ ഇയാൾ മാറി. അപ്പോൾ ഇയാൾ വിൽക്കുന്നതല്ല എന്നിലൂടെയാണ്. ഞാനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത് വിറ്റ് ഇയാൾക്ക് പൈസ കൊടുക്കുന്നത്, ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നത്. ഒരു കുറച്ചേ ഉള്ളൂ, ഒരു 3-4 സീനേ ഉള്ളൂ. അങ്ങനെ അത് അഭിനയിച്ചിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ട്രിവാൻഡ്രത്ത് വീട്രാക് സ്റ്റുഡിയോയിലായിരുന്നു. അത് ഡബ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം എൻ്റെ അടുത്ത് താഹയൊക്കെ പറഞ്ഞു, ഷോ ഇതിനകത്തൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറുണ്ട്, അതിനൊന്ന് ശബ്ദം കൊടുത്ത് നോക്കാവോ? അപ്പോൾ അതിനെന്താ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിനെ ഡബ് ചെയ്തു. അത് ഡബ് ചെയ്തപ്പോൾ അവിടെ വീട്രാക്സിലുള്ളവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഷോബി ഡബ്ബിങ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും നമ്മളെ നമ്മളെ ഒന്ന് ഉത്തേജിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നടന്ന വേറൊരു വർക്കിൽ തങ്കമോതിരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഷീർ സാറിൻ്റെ ഒരു കഥയുണ്ട്, അതിലൊരു ക്യാരക്ടർ ഡബ് ചെയ്തു. അങ്ങനെ പിന്നെ 1-2 അപ്പോഴാണ് ഇത് സാഗരി എഴുതാൻ സ്വാതി ഭാസ്കറിൻ്റെ വെച്ചത്. പക്ഷേ സ്വാതി ഭാസ്കറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയപ്പോൾ അതിൽ ഞാനൊരു ക്യാരക്ടർ അഭിനയിച്ചു. അത് കൂടാതെ അതിനകത്ത് വേറൊരു ക്യാരക്ടറിന് ശബ്ദവും കൊടുത്തു. അങ്ങനെ അതിനുശേഷം ആ സീരിയൽ പക്ഷേ വെളിച്ചം കണ്ടില്ല. അതിനുശേഷം വീണ്ടും കൈരളി ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്വത്ത് എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട്. അതിൻ്റെയും അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോഴാണ് ഈ മെഗാ സീരിയലിൻ്റെ ഒരു ഒഴുക്ക്. അങ്ങനെ വീണ്ടും അപ്പോൾ വീട്രാക്സിൽ ഇഷ്ടംപോലെ മെഗാ സീരിയൽസ് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്തേക്ക് കയറി ഓരോരോ ആൾക്കാരെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഡബിങ്ങിൽ ഞാൻ സ്വപ്നത്തിൽ ടേൺ വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഡബിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരും എന്നെ വിളിക്കുന്നത് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടാണ്. വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വില്ലന്മാർക്കെല്ലാം ഭയങ്കര ബേസ് വോയിസ്, ഈ പാറപ്പുറത്ത് ചിരട്ടിയിട്ട് പറയുന്ന ശബ്ദം. നായകന്മാർക്കെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട്. ഇതാണ് അന്നത്തെ ഒരു കൺസെപ്റ്റ്. പക്ഷേ ഈ സ്വപ്നം വന്നപ്പോൾ സ്വപ്നത്തിൽ സുരേഷ് കൃഷ്ണയാണ് അഭിനയിച്ചത്. സുരേഷ് കൃഷ്ണ നല്ല ഫിസിക്കൽ. അപ്പോൾ രാജീവേട്ടൻ KK രാജീവ് പറഞ്ഞു, നമുക്കത് ആ ക്യാരക്ടർ ശോഭയെ കൊണ്ടൊന്ന് ചെയ്യിച്ച് നോക്കിയാലോ. പോയെന്താ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് CR ചന്ദ്രൻ തന്നെയാണ് ആ ക്യാരക്ടറിനെ കൊണ്ട് ഡബ് ചെയ്യുന്നത്. ഡബ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനും ശരിക്കും എൻജോയ് ചെയ്താണ് ആ ക്യാരക്ടർ ഡബ് ചെയ്തത്. കാരണം ഭയങ്കര വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ ഉള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സീരിയൽ ഡബ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ കരഞ്ഞിട്ടുള്ളൊരു സീരിയലാണ് സ്വപ്നം. ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡയലോഗിൻ്റെ അത് ലാലെന്ന് പറയുന്ന സ്ക്രിപ്റ്റ് മരിച്ചുപോയത്, അദ്ദേഹത്തിൻ്റെ വരികളെന്ന് പറഞ്ഞാലല്ല, അദ്ദേഹം മരിച്ചത് തന്നെ ആ സീരിയലിലുള്ള വരികൾ, അദ്ദേഹം എഴുതിയ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്ന പോലെ അതുപോലെയാണ് പുള്ളിയുടെ മരണം പോയത്. അത് പുള്ളിക്ക് കടല്, ട്രെയിൻ, ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിരുന്നു. അവളുടെ ഡയലോഗ്സ് എല്ലാം അത് വരുമായിരുന്നു. അപ്പോൾ അത് ഡബ് ചെയ്ത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടാണ് അത് ഡബ് ചെയ്തത്. പക്ഷെ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് എല്ലാ നായകന്മാർക്കും ശബ്ദം കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെയാണ് നായകന്മാരിലേക്ക് എൻ്റെ ശബ്ദം വരുന്നത്. പക്ഷേ ഇപ്പോഴും സിനിമയിൽ വില്ലന്മാർക്ക് മാത്രമേ, സിനിമയിൽ വില്ലന്മാർക്കും സീരിയലിലും നായകന്മാർക്കും എന്നുള്ള പോലെയാണ്. സിനിമയിൽ എനിക്ക് തോന്നുന്നു നാറാണത്ത് തമ്പുരാനാണോ ഫസ്റ്റ് സിനിമ? നാറാണത്ത് തമ്പുരാനാണ്. അത് ബാബുരാജനാണ് ഡബ് ചെയ്തത്, ഫസ്റ്റ് സിനിമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് കിട്ടിയതെന്ന് പറയാനായിട്ട് ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ റിയാസ് ഖാൻ ശബ്ദം കൊടുത്തതാണ്. അത് ഈവൻ ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ വരെ റിയാസ് ഖാന്റെ വോയിസ് എന്ന് പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എൻ്റെ വോയിസാണ്. അങ്ങനെ ഒരു അതാണ് എനിക്ക് മാത്രമല്ല റിയാസ് ഖാനും ബ്രേക്ക് കിട്ടിയത് ആ പടമാണ്. പിന്നീട് പഴശ്ശിരാജ പറയാതിരിക്കാൻ പറ്റില്ല. പഴശ്ശിരാജ തീർച്ചയായിട്ടും അത് അവാർഡും ആദ്യത്തെ സംസ്ഥാന അവാർഡ് കൊണ്ടുതന്നു ശരത് കുമാറിന്റെ ക്യാരക്ടറിന്. പക്ഷെ അതിന് എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ആ അവാർഡ് എനിക്ക് കിട്ടിയതിൽ എൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് ഹരിഹരൻ സാറാണ്. കാരണം അദ്ദേഹം പറയാത്ത ഒരു മോഡുലേഷനോ അല്ലെങ്കിൽ അദ്ദേഹം പറയാത്ത ഒരു മൂളൽ പോലും ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു അത് ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ശരിക്കും നമുക്കൊരു സ്കൂളായിരുന്നു അത്. പിന്നീടും നമുക്കത് വളരെയധികം ഒരുപാട് ഗുണം ചെയ്തു. ഒരുപാട് നമ്മുടെ ഡബിങ്ങിന്റെ ഒരു റേഞ്ച് തന്നെ മാറിപ്പോയി. അത് ഡബിങ് മാത്രമല്ല, അഭിനയത്തിൻ്റെ. കാരണം അത് ആ രീതിയിലാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇപ്പം ഞാൻ ഡബ് ചെയ്യാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഇന്ന പടം ഡബ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ, ഹരിഹരൻ സാറിൻ്റെ പടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം,
പുള്ളി ഭയങ്കര ചൂടാണ് കേട്ടോ, മമ്മൂട്ടിയെ പോലും വരച്ച വരെ നിർത്തിയ ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല, ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നു, പറ്റിയില്ലെങ്കിൽ ഞാനെങ്കിൽ പോരും, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല ചെല് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ കണ്ട ഹരിഹരൻ സാറ് ഇവരാരും പറഞ്ഞതേ അല്ല, നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. കാരണം ഞാൻ അവിടെ ചെന്ന് ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ വരുന്നത്, ആ ശോഭി എപ്പോൾ എത്തി? ഞാൻ പറഞ്ഞു സാർ ഇന്നലെ രാത്രി വന്നു. ശരി, കഴിച്ചിട്ട് നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. ചെന്നു ഡബ് ചെയ്യാൻ കയറി. അപ്പോൾ മദ്രാസിലാണ്. അപ്പോൾ അവിടെ ഡബ് ചെയ്യാൻ ചെന്ന് ഇപ്പോൾ ബാബുവേട്ടനാണ് എൻ്റെ അസോസിയേറ്റ്, ഇവിടെ അനിൽ ബാബു. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാബുവേട്ട ശരിയാവും, ചെയ്യൂടാ നീ ചെയ്യൂടാ, കുഴപ്പമില്ല ചെയ്യൂടാ എന്നുള്ളത്. ശരിയാവും. ഒന്നാമത്തെ കാര്യം എന്നെ റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ മങ്കൊമ്പ് സാറാണെങ്കിലും അത് ഉറപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം മങ്കൊമ്പ് സാറ് ഇത് ശരത് കുമാറിൻ്റെ വോയിസ് ശോഭയെ കൂടെ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ പടം ഡബ് ചെയ്യാൻ ചെന്നപ്പോഴേക്കും ഹരിഹരൻ സാർ പറഞ്ഞു ഇങ്ങനെ ശോഭയെ വിളിച്ചിട്ടുണ്ട്, ശോഭയെ വിളിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ അവൻ ചെയ്യും, അവൻ്റെ വോയിസ് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അത് നമുക്കൊരു ബേർഡനാണ്. കാരണം അത് പുള്ളിയുടെ വിശ്വാസം നമ്മൾ കാത്തില്ലെങ്കിൽ നമുക്കതൊരു കുറച്ചില്ലല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരു ഡയലോഗ് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇപ്പോൾ നോക്കി, ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കി, അതിനുശേഷം ടേക്ക് പോയി ആദ്യത്തെ പ്രാവശ്യം ശരിയല്ല, 2ാമത്തെ പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആയിരിക്കും. കാരണം എനിക്ക് തന്നെ അത് കറക്റ്റാണ്, നമ്മൾ മോഡുലേഷനും കാര്യങ്ങളും ലിപ്പും എല്ലാം കറക്റ്റാണ്, അപ്പോൾ ഇത് ഓക്കെ വെക്കും എന്നുള്ള ധാരണ ഇരിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ നിൽക്കുമ്പോഴേക്കും നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരാൾ നോക്കിയപ്പോൾ അറിയായിരുന്നു സാറാ. പുള്ളി വന്ന് എൻ്റെ തോളതൊക്കെ കൈ വെച്ചിട്ട് ശോഭി നിങ്ങളിപ്പോൾ ചെയ്തത് ശരിയാ, ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഇടച്ചേന കുങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം എന്നും പറഞ്ഞിട്ട് ഈ കഥാപാത്രത്തിൻ്റെ എന്താണ് ഇടച്ചേന കുങ്കൻ, അദ്ദേഹം ഈ സീനിന് മുമ്പ് എന്തായിരുന്നു, ഇതിന് ശേഷം എന്താണ്, ഇത് ഈ പഴശ്ശിരാജയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, അദ്ദേഹത്തിൻ്റെ വലം കൈയാണ്, ഇതെല്ലാം പറഞ്ഞ് നമ്മളെ ഇടച്ചേന കുങ്കനാക്കും. ആക്കിയിട്ട് നമുക്ക് ഈ ഡയലോഗ് ഇതാ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയൊരു ലിഫ്റ്റ് കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഞാൻ മനസ്സിലാക്കി നന്നായിരിക്കും, നമുക്ക് അങ്ങനെ ഒന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞു. പുള്ളി അപ്പുറത്ത് പോയി, പുള്ളി പറഞ്ഞതുപോലെ ഞാൻ എടുത്ത് പുള്ളി ടോപ്പ് ബാക്ക് ഓൺ ചെയ്തിട്ട് ഇതിലേത് വെക്കണം, നേരത്തെ എടുത്ത് വെക്കണോ ഇത് വെക്കണോ, ഞാൻ പറഞ്ഞു സാർ ഇത് വെച്ചാൽ മതി, അതാണ്. അങ്ങനെ നമുക്ക് ഓരോ ഡയലോഗും പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. ഈവൻ ആ സിനിമയിൽ സുരേഷ് കൃഷ്ണയ്ക്കും പിന്നെ വേറൊരു ആർട്ടിസ്റ്റിനും ഞാൻ ഒരു 2 ഡയലോഗ് ട്രാക്ക് ഡബ് ചെയ്തു. അത് അവർക്ക് ഫൈനൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ഡബ് ചെയ്തു. അതുപോലും പുള്ളി മോഡുലേഷൻ പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ട്രാക്ക് ഡബ് ചെയ്യുമ്പോൾ നമ്മൾ മോഡുലേഷൻ നോക്കേണ്ട കാര്യമില്ല, ആ ലിപ്പ് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന്. അതുപോലും മോഡുലേഷൻ പറഞ്ഞു, അത്രയ്ക്ക് കീനാണ് അദ്ദേഹം. വേറെ ഒരു ഡയറക്ടർ നമ്മൾ ഇവിടുത്തെ മുന്തിയ പല ഡയറക്ടേഴ്സിനും നമ്മൾ സ്റ്റുഡിയോയിൽ കണ്ടിട്ട് പോലുമില്ല, അവരുടെ സ്റ്റുഡിയോയിൽ വരാറില്ല. പക്ഷേ ഇദ്ദേഹം ഒരു ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ പോലും അദ്ദേഹം ഇരുന്നല്ലാതെ ചെയ്യിക്കത്തില്ല. അതിന്റെ ഒരു ഇത് അവർ ചെയ്തു വെച്ച സിനിമകളും സംസാരിക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി. തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു അവാർഡ് കിട്ടിയത്. അത് ഒരു വലിയ സന്തോഷം. കാരണം ഇത്രയും ലെജൻഡുകളുടെ കൂടെ മമ്മൂക്ക, ദാസേട്ടൻ, അച്ഛൻ, ONV സാറ്, ഈവൻ റസൂൽ പൂക്കുട്ടി, ഇവരെല്ലാം ആ സിനിമയുടെ ഭാഗമാണ്. ഇവരെല്ലാം ഉള്ള ഒരു സിനിമയിലൂടെ എനിക്ക് എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയത് ഒരു ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇരട്ടി മധുരം എന്ന് പറഞ്ഞാലും പോരാ, ഒരുപാട് മധുരം. അതെ, ആ വർഷം തന്നെ മറ്റേ ടെലിവിഷൻ അവാർഡ്സിലും സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നില്ലേ. ഒരു തിരക്കുള്ള നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഒരുപാട് പേർക്ക് ശബ്ദം കൊടുക്കുന്നു, സ്വാഭാവികം. നല്ല വില്ലന്മാർക്കും നല്ല നായകന്മാർക്കും അങ്ങനെ പറയണം. ഡബ്ബിംഗ് ഫിലിംസും ഒക്കെ ചേർത്തുകൊണ്ടാണ് പറയണത് പുറത്ത്. പക്ഷേ അതിലൊക്കെ ഏറ്റവും കൗതുകമല്ല, അതിനെ ഭാഗ്യമെന്ന് തന്നെ പറയണം തോന്നുന്നു. ശോഭച്ചേട്ടൻ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, അച്ഛന് വേണ്ടി പാടിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യും. അച്ഛന് വേണ്ടി പാടിയത്, അച്ഛന് വേണ്ടി ആദ്യം ഡബ് ചെയ്യുന്നത് ഞാൻ KK രാജീവിൻ്റെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിന് വേണ്ടിയിട്ട്. അദ്ദേഹം ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എപ്പിസോഡ് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഒരു ഏകദേശം 10 എപ്പിസോഡോളം ഞാൻ ഡബ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്
ആ സീരിയൽ ഞാൻ ഡബ് ചെയ്തതിന് ശേഷം ഞാനത് കാണുന്നത് ഞാനും അച്ഛനോട് ഒന്നിച്ചിരുന്നതാണ്. അമൃത ഹോസ്പിറ്റലിൽ അച്ഛൻ കിടക്കുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ഒന്നിച്ചിരുന്നാണ് അത് കാണുന്നത്. അപ്പോൾ കണ്ടിട്ട് പുള്ളി കുഴപ്പമില്ല, എന്തിനാണ് ആവശ്യമില്ലാത്തത് മൂടലൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ചിടിച്ച അവരങ്ങനെയൊക്കെ പറയും, നീ ചെയ്യരുത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി, ആവശ്യമില്ലാത്ത ചെയ്യരുതെന്ന് പറഞ്ഞു. ശരി, ഈ അച്ഛൻ്റെ ഇത്രയും കിട്ടിയാൽ മതി, ഇത് തന്നെ വലിയൊരു അവാർഡാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ഡബ് ചെയ്ത പോർഷൻ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം അച്ഛൻ റിക്കവറായി തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ വന്നിട്ട് അച്ഛനെയും കൊണ്ട് അടുത്ത വീണ്ടും ഇതിൻ്റെ ലൊക്കേഷനിൽ പോകുന്നത് ഞാനാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ജയഭാരതി ചേച്ചി അവിടെ ഉണ്ട്, അച്ഛനും ഞാനും ഉണ്ട്. ഞങ്ങളിന്ന് കയറിയപ്പോൾ ചേച്ചി ചോദിച്ചു, അപ്പോൾ എന്നെ കണ്ടിട്ടായിരിക്കും ചോദിച്ചത്, തിലഞ്ചേട്ടന് ഡബ് ചെയ്ത മോനേതാ? അപ്പോൾ ഉടനെ അച്ഛൻ, ഇവനാ അത്ര ശരിയായൊന്നുമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ ചേച്ചി, അതൊന്നും തിലഞ്ചേട്ടൻ പറയണ്ട, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല തിലഞ്ചേട്ടൻ നല്ല ഡബ് ചെയ്തതെന്ന്. ഇതിൽ വലിയ അവാർഡ് എന്താ? അയ്യോ സത്യം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ചേച്ചി ജയഭാരതി ചേച്ചി ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അതെനിക്ക് ഏറ്റവും വലിയൊരു, ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ എവിടെ ചോദിച്ചാലും പറയുന്നൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ അച്ഛൻ്റെ മരണശേഷം ആണ് കുറച്ച് സിനിമകൾ അച്ഛൻ ഡബ് ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് സീനൊന്ന് നമ്മുടെ വീട് എന്ന് പറയുന്ന സിനിമ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ. അതിൽ ഓഗസ്റ്റ് ക്ലബ്ബിൽ അച്ഛൻ ത്രൂട്ടി ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ അനന്തപത്മനാഭനാണ്, സാറിൻ്റെ മോൻ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ആലപ്പുഴ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് ഒരു പാട്ടുണ്ട് ഇതിനകത്ത്, അത് എൻ്റെ മൊബൈലിൽ അത് തന്നിട്ടുണ്ട്, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെ പാടുന്നത്. അപ്പോൾ അത് ട്രാക്ക് പാടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഡബ് ചെയ്യാനായിട്ട് ലാൽ മീഡിയയിൽ വന്നു ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും പപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഷോബിനകത്തൊരു പാട്ടുണ്ട്, തിലഞ്ചേട്ടൻ പാടാൻ വേണ്ടി വെച്ചിരുന്നതാണ്, പക്ഷേ അതിന് പാടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷോബി പാടും. ഞാൻ പറഞ്ഞു, അത്ര വലിയ പാട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബെന്നറ്റാണ്, ബെന്നറ്റിനെ വിളിച്ചു വരുത്തി. അങ്ങനെ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു, ഞാനത് പാടി, അത് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഒരു പിന്നണി ഗായകൻ കൂടിയായി. എന്തായാലും ഇത്രയും സിനിമകളിൽ ഡബ് ചെയ്തു. പക്ഷേ ഒരു നടൻ ഉള്ളിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ മിന്നിമാഞ്ഞ് അഭിനയിക്കുന്ന കാണുന്നു. പക്ഷേ ഡബിങ്ങിൽ ഒരുപാട് ബിസി ആയി പോയത് കൊണ്ടായിരിക്കുമോ നടനൊന്ന് ഒതുങ്ങിപ്പോയത്? നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാനുള്ള ഒരു ഡെലിക്കസി ഉണ്ട്, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു പേര് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കും. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല, നമുക്കറിയാം നമുക്കിങ്ങനെ പാടുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ നല്ലൊരു ക്യാരക്ടർ തരുമെന്നാണ് വിശ്വാസം. എന്തായാലും ഞങ്ങൾ ഇതുവരെ കേട്ട നല്ല കഥാപാത്രങ്ങളിലൂടെ കേട്ട ശബ്ദം ഇനിയും കൂടുതൽ നല്ല കഥാപാത്രങ്ങളിലൂടെ കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അതിനൊക്കെ ഇനിയും തിളക്കം കൂടുതലുള്ള അംഗീകാരങ്ങളും വരട്ടെ. ഒപ്പം തന്നെ ഒരു നടൻ എന്ന രീതിയിലും, കാരണം ശോഭചേട്ടൻ എല്ലാ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്, കോമഡിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ആദ്യം പറഞ്ഞ ക്രിക്കറ്റ് താരമാണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അത് ഓഡിയൻസിന് മനസ്സിലാവും സെലിബ്രിറ്റി ക്രിക്കറ്റ് ആണെന്ന്. എന്തായാലും കുടുംബത്തെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക്. കുടുംബം, വൈഫ് ജോലിയൊന്നുമില്ല, അവള് വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന പിള്ളേരുടെ കാര്യങ്ങൾ. നമ്മുടെ ശ്രീലേഖ എന്നാണ് പേര്. നേരത്തെ ടീച്ചറായിരുന്നു, കമ്പ്യൂട്ടർ ടീച്ചറായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, അതിനകത്ത് അവിടെ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ മകള് അതിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നു. മക്കൾ 2 പേരുണ്ട്. മോളുടെ പേര് ദേവയാനി, അവളിപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോൻ ദേവനന്ദൻ, അവൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 2 പേരും പഠിക്കാനൊക്കെ നല്ല മിടുക്കുള്ളവരാണ്. അപ്പം എന്തായാലും ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ, കാരണം ഒരു ഫിഫ്ക ഡബ്ബിംഗ് യൂണിയൻ്റെ പ്രസിഡന്റ് എന്നൊരു ചുമതലയും കൂടെ ഉണ്ട്. കേരള വിഷൻ്റെയും വെള്ളി നക്ഷത്രങ്ങളുടെയും പേരിലുള്ള നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ വിട പറയുകയാണ്. അടുത്തയാഴ്ച കാണും മറ്റൊരു അതിഥിയുടെ മറ്റ് വിശേഷങ്ങളുമായി.